സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററിലുള്ള കോമൺ പേപ്പറായിട്ടുള്ള പ്രായോഗിക മലയാളത്തിലെ ഒന്നാമത്തെ ബ്ലോക്കായ എഴുത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ മലയാള ശൈലി 3-ാം അധ്യായമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മലയാള ശൈലി 3-ാം അധ്യായം എന്നുള്ളത് കുട്ടിക്കൃഷ്ണമാരാരുടെ ഒരു ലേഖനമാണ്. മലയാള ഭാഷയിൽ പൊതുവായി വരുത്തുന്ന തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുട്ടിക്കൃഷ്ണമാരാർ 3 അധ്യായങ്ങളിലായിട്ടാണ് ഈ ഒരു കൃതി എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. കുട്ടിക്കൃഷ്ണമാരാർ 1900-ലാണ് ജനിച്ചത്. 1973-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. വിമർശനത്തെ ഒരു സർഗാത്മക കലയാക്കി മാറ്റിയ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനാണ് കുട്ടിക്കൃഷ്ണമാരാർ. നമ്മുടെ മലയാള സാഹിത്യത്തിൽ കവിതാ സാഹിത്യം എന്നുള്ള ഒരു ഒന്ന് മാത്രമാണ് സാഹിത്യം, അല്ലെങ്കിൽ കവിതാ രൂപത്തിലുള്ളത് മാത്രമാണ് സാഹിത്യം എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വന്ന് ഗദ്യം ശൈലി എന്നുള്ളൊരു പുതിയ രൂപം വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടുള്ളതാണ് ഈ നിരൂപണം, സാഹിത്യ നിരൂപണം എന്ന് പറയാം. നമ്മൾ വിമർശനം നടത്തുകയല്ലോ, ആ വിമർശനം നടത്തുന്നത് വിമർശനം നടത്തുക എന്നുള്ളതിനെ ഒരു സാഹിത്യ കലയാക്കി അല്ലെങ്കിൽ സർഗാത്മക കലയാക്കി ചെയ്യുന്നതിനെയാണ് നമ്മൾ സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു നിരൂപകനാണ് നമ്മുടെ കുട്ടിക്കൃഷ്ണമാരാർ. ഒരുപാട് നിരൂപകർ പല പല കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിലെ നിരൂപകത്രയങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. അതായത് പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അവർ. 3 പേരാണ് നിരൂപകത്രയങ്ങളായിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ മാരാർ, മറ്റേത് MP പോളും ജോസഫ് മുണ്ടശ്ശേരി. ഇവർ 3 പേരുമാണ് മലയാളത്തിൻ്റെ നിരൂപകത്രയം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. നിരൂപകത്രയങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊന്നും എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ കുട്ടിക്കൃഷ്ണമാരാറിൻ്റെ ഒരു കാലഘട്ടത്തിൽ കലയെക്കുറിച്ച് 2 വാദങ്ങളുണ്ടായി എന്നു. കല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള പല വാദങ്ങളുണ്ടായി. 2 വാദങ്ങളാണ് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കല ജീവിതം തന്നെയാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കല ജീവിതം തന്നെ എന്ന് വാദിച്ചത് ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കുട്ടിക്കൃഷ്ണമാരാരെന്ന് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിരുന്നത് റിപ്പോർട്ടറായിട്ടാണ്. പത്രമാധ്യമ മേഖലയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ആ ഒരു പത്രമാധ്യമ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസാണ് ഇതുപോലെ മലയാള ശൈലി 3-ാം അധ്യായം അല്ലെങ്കിൽ മലയാള ശൈലി എന്നുള്ള ഈ ഒരു ഗ്രന്ഥം എഴുതാൻ അദ്ദേഹത്തെ പ്രചോദനാക്കിയിട്ടുള്ളത്. ദീർഘകാലം അദ്ദേഹം മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഗ്രന്ഥം തയ്യാറാക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നതും ഈ ഒരു മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടമാണ്. ഈ മാരാരുടെ ഈ മലയാള ശൈലി എന്നുള്ള ഈ ഒരു ഗ്രന്ഥം 3 അധ്യായങ്ങളിലാണ് എഴുതി തയ്യാറാക്കിയിട്ടുള്ള അദ്ദേഹം. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, അങ്ങനെ 3 അധ്യായങ്ങളിലാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഭാഷാ പ്രയോഗത്തിൽ വരുന്ന ചില വൈകൃതങ്ങളാണ് മാരാർ ഇവിടെ കാണിക്കുന്നത്, ഈ ഒരു ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ശൈലിയുടെ ഭാഗമായിട്ട് പറഞ്ഞു പോകുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതിൽ പലതും തെറ്റാണ്. ശരിയായ മലയാളം അല്ലെങ്കിൽ ശരിയായ പ്രയോഗം അങ്ങനെയല്ല, പക്ഷേ നമ്മളത് ഗൗനിക്കാതെ വിടുന്നതാണ്. മാരാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പത്രാധിപരും അതുപോലെ സാഹിത്യകാരന്മാരും സാധാരണക്കാരും അങ്ങനെ സകലമാന മനുഷ്യരും ഈ ഒരു തെറ്റ് നമ്മുടെ നിത്യജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വരുത്തുന്നുണ്ട് എന്നാണ്. അപ്പം അങ്ങനെയുള്ള തെറ്റുകളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. ഒരു ഭാഷയോട്, മലയാള ഭാഷയോട്, സ്വന്തം ഭാഷയോട് അത്രമേൽ സ്നേഹവും കരുതലുമൊക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള സൂക്ഷ്മമായ തെറ്റുകളെല്ലാം തിരുത്തി നമ്മളിലേക്ക് കാണിച്ചു തരുന്നത്. ദീർഘവാക്യങ്ങളിൽ ഒരു വിവക്ഷിതാർത്ഥ പദം കൊണ്ടോ പദാംശം കൊണ്ടോ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടാതെ വീണ്ടും അതേ വാക്യത്തെ മറ്റൊരു പദം കൂടി ഉപയോഗിച്ച് വാക്യത്തെ പൗനരുക്തദുഷ്ടമാക്കുന്നതാണ് പ്രധാനപ്പെട്ട വൈകൃതം. അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ അധ്യായം, ഈ മലയാള ശൈലി 3-ാം അധ്യായം എന്നുള്ള ഈ ഒരു അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലെങ്കിൽ വൈകൃതമാണ്. ഭാഷയിൽ നമ്മൾ വരുത്തുന്ന, ഭാഷാ പ്രയോഗത്തിൽ നമ്മൾ വരുത്തുന്ന ഒരു വൈകൃതമാണ് പൗനരുക്ത ദോഷം എന്ന് പറയുന്നത്. പൗനരുക്ത ദോഷത്തെക്കുറിച്ചും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെയാണ് അദ്ദേഹം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്.
അപ്പോൾ എന്താണ് പൗനരുക്ത ദോഷം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ദീർഘവാക്യങ്ങളിൽ ഒരു വിവക്ഷിതാർത്ഥ പദം കൊണ്ടോ പദാംശം കൊണ്ടോ പറയപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടാതെ വീണ്ടും അതേ അർത്ഥത്തിൽ മറ്റൊരു പദം കൂടി പ്രയോഗിച്ച് വാക്യത്തെ പൗനരുക്ത ദൃഷ്ടമാക്കുന്നതാണ് പ്രധാന വൈകൃതം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എന്ന് നമ്മളൊരു കാര്യം പറയുകയാണ്, അത് നമ്മൾ ആരോടാണോ പറയുന്നത് അയാൾക്കത് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളതെന്ത് ചെയ്യുന്നു, അത് പറഞ്ഞത് മുഴുവനായിട്ടില്ല എന്ന് നമ്മുടെ ഒരു തോന്നലിൽ വീണ്ടും വീണ്ടും പല വാക്കുകൾ ഉപയോഗിച്ച് ആവർത്തിച്ച് നമ്മൾ അതേ കാര്യം തന്നെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പല വാക്കുകൾ ഉപയോഗിച്ച് ആവർത്തിക്കുക. ഇതാണ് പൗനരുക്ത ദോഷം എന്ന് പറയുന്നത്. ഈ ഒരു പൗനരുക്ത ദോഷത്തെക്കുറിച്ചാണ് അദ്ദേഹം 1-ാം അധ്യായത്തിൽ പറയുന്നത്. വിവക്ഷിതത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ തോന്നുന്നിടത്തോളം വലിച്ചു നീട്ടുന്നതും ഭാഷാപ്രയോഗത്തിലെ വൈകൃതമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ. അതായത് ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആ ഒരു കാര്യത്തിനിടയിൽ ആവശ്യമില്ലാതെ വീണ്ടും വാക്കുകൾ ഇങ്ങനെ നമ്മൾ ചേർത്ത് പറയുന്നതിനെയാണ് ഈ ഒരു വൈകൃതം, ഭാഷയിൽ വരുന്ന വൈകൃതമായിട്ട് പൗനരുക്ത ദോഷമായിട്ട് പറയുന്നത്. ഇങ്ങനൊരു വൈകൃതം വരാൻ കാരണമായിട്ട് മാരാര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മലയാള ഭാഷ ഇത്രയ്ക്ക് നന്നാവൂ, അല്ലെങ്കിൽ എങ്ങനെയായാലും മലയാള ഭാഷ തന്നെയല്ലേ, ആ ഭാഷ ഇത്രയ്ക്ക് നന്നാകൂ എന്നുള്ള നമ്മുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ. ഈ ചിന്താഗതിയാണ് ഈ ഒരു വൈകൃതത്തിന് കാരണം. ഇങ്ങനെ വൈകൃതം എല്ലാവരും, സാധാരണ മനുഷ്യരായാലും സാഹിത്യകാരന്മാരായാലും അങ്ങനെ ഭാഷ പ്രയോഗിക്കുന്ന ഏത് മേഖലയിലെ ആളുകളാണെങ്കിലും ഇവരെല്ലാവരും ഈ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ആവർത്തിക്കാനുള്ള കാരണം എന്താണ്? ചിലപ്പോൾ അറിയാഞ്ഞിട്ടായിരിക്കാം. അതുകൊണ്ട് അറിയാത്തവർക്ക് ഇത്തരം തെറ്റുകളെ തിരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. പക്ഷെ പല ആളുകളും എന്ത് ചെയ്യുന്നു, അറിഞ്ഞിട്ടും അത് തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മാരാർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ പല ആളുകളും തിരുത്താൻ മടി കാണിക്കുകയാണ്. കാരണം ഞാൻ പിടിച്ച മുയലിനൊരു 2 കൊമ്പ് എന്ന് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്ന് മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പല എഴുത്തുകാരും നമ്മുടെ ഇടയിലുണ്ടെന്ന് മാരാർ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ലേഖനത്തിൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ മാരാറിൻ്റെ ലേഖനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പൗനരുക്ത ദോഷങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 16 ഉദാഹരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് ഓരോ ഉദാഹരണത്തിന് കീഴെ 2-3 ഉദാഹരണം വീതം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്പർ വൈസ് 16 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 16 ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഈ 16 ഉദാഹരണങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പറയുന്ന വാക്കുകളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല, നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ 16 നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക, ഏതെങ്കിലും ഒരു വാക്ക് തരും, ഇതിലെ പൗനരുക്ത ദോഷം ഏതാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, എങ്ങനെ കുറച്ച് വാക്കുകൾ തരും, അതിൽ എങ്ങനെ പൗനരുക്ത ദോഷത്തിന് ഉദാഹരണങ്ങൾ എഴുതുക, ഇതിൽ പൗനരുക്ത ദോഷം ഇല്ലാത്തത് ഏത്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ, 1-2 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ 16 ഉദാഹരണങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ഒന്നാമത്തേതായിട്ട് അദ്ദേഹം പറയുന്നത് കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്. ഇതെല്ലാം നമ്മൾ പൊതുവേ പറയുന്ന വാക്കുകളാണ് അല്ലേ. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്. അതൊരു തെറ്റായ പ്രയോഗമാണ്. അതായത് അവിടെ ഒരു പൗനരുക്ത ദോഷമുണ്ട്. എന്താണ് അവിടുത്തെ പൗനരുക്ത ദോഷം എന്ന് പറയുന്നത്? ഈ എയ്ക്ക്, കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്, അങ്ങനെ ഒരു എയ്ക്ക് എന്നുള്ള ഒരു കാര്യം വരുന്നില്ലേ അവിടെ. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. കിഴക്കോട്ട്, മേലോട്ട് എന്ന് മതി. കിഴക്കോട്ടേക്ക് എന്നുള്ള ഒരു എഴുക്കിനെ ഒഴിവാക്കിയിട്ട് കിഴക്കോട്ട്, മേലോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത് നോക്കാം. ചെയ്യിപ്പിക്കുക, കാണിപ്പിക്കുക. അതാണ് നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സിനിമ കാണിപ്പിക്കുക എന്നൊക്കെ പറയാറില്ലേ. അതും ഒരു തെറ്റായ പ്രയോഗമാണ്. അവിടെയും ഒരു പൗനരുക്ത ദോഷമുണ്ട്. പിന്നെ എങ്ങനെയാണത് ശരിയാക്കുക? ചെയ്യിക്കുക അല്ലെങ്കിൽ കാണിക്കുക, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മതി. നമ്മൾ ചെയ്യിപ്പിക്കുക, കാണിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നീട്ടി വലിച്ചു പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യിക്കുക, കാണിക്കുക എന്ന് പറഞ്ഞാൽ മതി. അതായത് ഇത് പ്രയോജക രൂപങ്ങൾ നമുക്ക് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. കുട്ടികൾക്കും കൂടി അറിയാം. നമ്മൾ പറയാറുണ്ടല്ലേ, എന്തെങ്കിലും ഒരു കാര്യം അത് കുട്ടികൾക്കും കൂടി അറിയാമെന്നൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതൊരു പൗനരുക്ത ദോഷമാണ്. വാക്കിലവിടെ, ഭാഷയിലവിടെ ഒരു വൈകൃതം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറയുന്നതിൽ കുട്ടികൾക്കും, അതിൽ കും എന്നുള്ളതും
കൂടി എന്നുള്ളത് എന്നൊരു അക്ഷരവും ഒന്നൊരു ശബ്ദവും അവിടെ വന്നു. അതുപോലെ കൂടി എന്നൊരു വാക്കും നമ്മൾ ഉപയോഗിച്ചു. ഈ എന്നുള്ളതും കൂടി എന്നുള്ളതും ഒരു വാചകത്തിൽ വരുമ്പോൾ ഒരേ അർത്ഥമാണ്, അവിടെ സമാന അർത്ഥങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഒന്നുകിൽ നമുക്ക് പറയാം കുട്ടികൾക്കും അറിയാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടി അറിയാം. ഇങ്ങനെ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് പറയേണ്ടത്, ശരിയായ രീതിയിൽ പറയേണ്ടത് കേട്ടോ. അപ്പം ഇനി നാലാമത് നോക്കാം. ഈ 2 വീതം 10 വീതം. ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന മറ്റൊരു വാക്കാണ്. ഈ 2 വീതം നമ്മളറിയില്ലേ, ഈ 2 എണ്ണം വീതം നമുക്ക് പറയാറില്ലേ. അതൊരു പൗനരുക്ത ദോഷമുള്ള അല്ലെങ്കിൽ ഒരു വൈകൃതമുള്ള ഒരു വാക്കാണ്. അതെങ്ങനെ നമുക്ക് ശരിയാക്കാൻ നോക്കാം. ഈ 2 എന്ന് പറഞ്ഞാൽ മതി. ഈ 2 എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ 2 എണ്ണം ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് ഈ 2 എണ്ണം വീതം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ 2 10 എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് അഞ്ചാമത്തത് നോക്കാം. അഞ്ചാമത്തത് ഓരോ വീട് തോറും, എല്ലാ വെള്ളിയാഴ്ച തോറും. ഇതൊക്കെയാണ് അഞ്ചാമത്തതായിട്ട് മാരാർ കൊടുത്തിട്ടുള്ള ഉദാഹരണം. ഇതിൽ പൗനരുക്ത ദോഷം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓരോ വീട്ടിലും എല്ലാ വെള്ളിയാഴ്ചയും എന്നോ വീട് തോറും വെള്ളിയാഴ്ച തോറും എന്നോ മതി. അതായത് ഓരോ വീട് തോറും എല്ലാ വെള്ളിയാഴ്ച തോറും. ഓരോ വീട് തോറും എന്നതിൽ ഓരോ വീട്ടിലും, തോറും എന്നുള്ളതിൻ്റെ ഒഴിവാക്കിയിട്ട് ഓരോ വീട്ടിലും എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വീട് തോറും എന്ന് മതി. ഈ ഓരോയും തോറും ഒന്നിച്ചു കൊടുത്താൽ അതിന് സമാനാർത്ഥമാണ് വരുന്നത്. അതുകൊണ്ട് ഓരോയും തോറും ഒന്നിച്ചു കൊടുക്കണ്ട, ഓരോ വീടും എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വീട് തോറും എന്ന് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒന്ന് മതി. 2 എണ്ണം കൊടുത്താലും ഒരേ അർത്ഥമാണ്. പിന്നെ വെറുതെ നമ്മളവിടെ ഒരു കാര്യം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. എല്ലാ വെള്ളിയാഴ്ച തോറും എന്നത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറും എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതേ സമയത്തു തന്നെ. ആറാമത്തത് അതേ സമയത്തു തന്നെ, അതേ ആൾ തന്നെ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് അല്ലേ. അതേ സമയത്ത് അയാൾ വന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതേ സമയത്തു തന്നെ, അതേ ആൾ തന്നെ. ഇവിടെ അതേ സമയത്ത് അല്ലെങ്കിൽ അതേ ആള് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതേ സമയത്തു തന്നെ എന്നുള്ളതിൽ ആ തന്നെ നമുക്ക് ഒഴിവാക്കിയിട്ട് അതേ സമയത്ത് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആ സമയത്തു തന്നെ. അങ്ങനെയാണ് അവിടെ വേണ്ടത്. ഇനി നമുക്ക് ഏഴാമത്തെ നോക്കാം. ഏഴാമത്തത് ഏറ്റവും കരുണയേറിയ എന്നാണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് വൈകൃതം ഒഴിവാക്കി അല്ലെങ്കിൽ പൗനരുക്ത ദോഷമാക്കി ഒഴിവാക്കേണ്ട എങ്ങനെയാണ് ചെയ്യാം. ഏറ്റവും കരുണയുള്ള എന്നോ അല്ലെങ്കിൽ കരുണയേറിയ എന്നോ മതി. ഏറ്റവും കരുണയേറിയ എന്ന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ ഏറിയ എന്ന് മതി. ഇങ്ങനെ കൊടുക്കാം. ഏറ്റവും കരുണയുള്ള അല്ലെങ്കിൽ കരുണയേറിയ. ഈ 2 രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അടുത്ത നമുക്ക് എട്ടാമത് നോക്കാം. ഏതാണ്ട് 15ഓളം പുസ്തകം. സമയം ഏകദേശം മധ്യാഹ്നത്തോടടുത്തു. ഇപ്പം നമ്മൾ ഈ ഒരു വാചകങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഏകദേശം എന്ന് നമ്മളിങ്ങനെ പറയുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ ഇവിടെ വന്നിട്ടുള്ളത് ഉദാഹരണമായിട്ട്. അപ്പം നമുക്ക് ഏകദേശം 15ഓളം എന്നൊരു വാക്കെടുത്താൽ, അല്ലെങ്കിൽ ഏകദേശം 15ഓളം പുസ്തകം എന്നെടുത്ത് നോക്കാം. അതിൽ 15 എത്ര പുസ്തകമുണ്ട്? 15 പുസ്തകമുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് 15 എന്നവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പിൽ ഒരു ഏകദേശം എന്ന് കൊടുക്കണ്ട, 15 പുസ്തകം എന്ന് പറഞ്ഞാൽ മതി. സംഭവം മനസ്സിലായല്ലോ? അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് എഴുതാം? ഒന്നെങ്കിൽ നമുക്കറിയാം 15ഓളം പുസ്തകം. അപ്പോൾ 15ഓളം പുസ്തകമുണ്ട്, 15ഓളം പുസ്തകമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, 15ഓളം പുസ്തകം എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഏതാണ്ടെന്നും ഈ 15ഓളം ഒന്നിച്ചു ചേർക്കുമ്പോൾ എന്ത്, രണ്ടിനും സെയിം അർത്ഥമാണ് വരുന്നത്. പിന്നെ രണ്ടും ഒന്നിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഏതാണ്ട് എന്ന് വേണ്ട, 15ഓളം പുസ്തകം. അപ്പോൾ ഏകദേശം സമയം മധ്യാഹ്നത്തോടടുത്തു. അതെങ്ങനെയാണ് പറയാം? ഏകദേശം സമയം മധ്യാഹ്നത്തോടടുത്തു. എങ്ങനെയാണ് പറയാം? സമയം മധ്യാഹ്നത്തോടടുത്തു എന്നോ ഏകദേശം മധ്യാഹ്നമായി എന്നോ ആണ് പറയേണ്ടത്. അടുത്ത 9ാമത് നോക്കാം. അക്ഷരം പരിജ്ഞാനം കൊണ്ട് മാത്രം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലം ലഭിക്കില്ല. എങ്ങനെയാണ് ഇവിടെ ശരിയായിട്ട് പറയാം? ഇവിടെയുള്ള പൗനരുക്ത ദോഷം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കൊടുക്കാം അക്ഷരം പരിജ്ഞാനം കൊണ്ട് മാത്രം എന്നൊരു വാക്കുണ്ട്, തന്നെ. ഈ 2 വാക്കും അല്ലേ, ഈ 2 വാക്കും ഒന്നിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് മാത്രവും തന്നെയും ഒരു വാചകത്തിൽ ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് മതി. നമുക്ക് നോക്കാം. അക്ഷരം പരിജ്ഞാനം കൊണ്ട് മാത്രം വിദ്യാഭ്യാസത്തിന് ഫലം ലഭിക്കില്ല, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അക്ഷരം പരിജ്ഞാനം കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് ഫലം ലഭിക്കില്ല. രണ്ടും ഏതെങ്കിലും ഒന്ന് മതി. രണ്ടും
ഒപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമുക്ക് 10ാമത്തെ നോക്കാം. സത്യം പറയേണ്ടത് ആവശ്യമാണ്. അതെന്താണ് അവിടുത്തെ പൗനരുക്ത ദോഷം എന്താണ്? ഈ സത്യം പറയുക എന്നുള്ളത് അത് ആവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ സത്യം പറയുക എന്നുള്ളത് സത്യമാണ് പറയേണ്ടത്, നുണ പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മളതിന് ആവശ്യമുള്ള കാര്യമാണ് എന്ന് നമുക്ക് പറയേണ്ടതില്ല. സത്യം പറയേണ്ടതാണ്, അല്ലെങ്കിൽ സത്യം പറയേണ്ടതാണോ എന്നോ സത്യം പറയുക ആവശ്യമാണോ എന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അങ്ങനെ അതാണ് ശരിയായ പ്രയോഗം. ഇനി നമുക്ക് 11ാമത്തെ നോക്കാം. അറിവുള്ളവരോ അഥവാ അറിവില്ലാത്തവരോ ആയ ആളുകൾ. ഇവിടെ എന്താണ് നമ്മൾ നോക്കൂ, അറിവുള്ളവരോ അറിവില്ലാത്തവരോ അല്ലെ, ആ ഓ എന്നുള്ളൊരു ശബ്ദം വരുന്നുണ്ട് അല്ലേ? ഈ ആ ഒരു ഓ എന്നുള്ള ശബ്ദം വരുന്ന സമയത്ത് ഈ അഥവാ എന്ന് കൊടുക്കേണ്ടതില്ല. ഇതിന് രണ്ടും സമാന അർത്ഥങ്ങളാണ് വരുന്നത്. അപ്പോൾ അറിവുള്ളവരോ അഥവാ അറിവില്ലാത്തവരോ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം അതെങ്ങനെയാണ് പറയേണ്ടത്? അറിവുള്ളവരോ അറിവില്ലാത്തവരോ ആയ ആളുകൾ. ഈ ഓ അഥവാ ഓ അല്ലെങ്കിൽ അഥവാ രണ്ടും ഒന്നിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അറിവുള്ളവരോ അറിവില്ലാത്തവരോ ആയ ആളുകൾ എന്ന് കൊടുത്താൽ മതി. അടുത്ത 12ാമത്തെ നോക്കാം. ഭാര്യ ആഡംബരപ്രിയയാണ്, എന്നാൽ ഭർത്താവിനാകട്ടെ സമ്പാദ്യം വളരെ കുറവായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം, ഭാര്യ ആഡംബരപ്രിയയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. എന്നാൽ ഭർത്താവിനാകട്ടെ സമ്പാദ്യം വളരെ കുറവാണ്. അതിൽ ഈ എന്നാൽ ആകട്ടെ എന്നില്ലേ, അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി. രണ്ടിനും ഒരേ അർത്ഥമാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. നമുക്ക് നോക്കാം അത് ശരിയായ രീതിയിൽ എങ്ങനെ എഴുതാമെന്ന്. ഒരു ഓപ്ഷൻ നമുക്ക് പറയാവുന്നത് എങ്ങനെയാണ്? ഭാര്യ ആഡംബരപ്രിയരാണ്, ഭർത്താവിനാകട്ടെ സമ്പാദ്യം വളരെ കുറവായിരുന്നു, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഭാര്യ ആഡംബരപ്രിയയാണ്, എന്നാൽ ഭർത്താവിന് സമ്പാദ്യം വളരെ കുറവായിരുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. എന്നാൽ ആകട്ടെ എന്നുള്ളത് രണ്ടും ഒരുമിച്ച് വേണ്ട, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അടുത്ത 13ാമത്തെ നോക്കാം. കാണാറു പതിവുണ്ട്. ഈ കാണാറു പതിവുണ്ട് എന്ന് പറയുന്നില്ല, കാണാറുണ്ട് എന്ന് സിമ്പിളാക്കി പറഞ്ഞാൽ മതി. അടുത്ത് നോക്കാം. കാണുക പതിവുണ്ട്. ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നുള്ളതിനെ ഞാനത് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നുള്ളതിനെ അത്ര നീട്ടി വലിച്ചു പറയേണ്ട. അതിന് പകരം എന്താ, ഞാനത് ഉപയോഗിച്ചിരുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അടുത്ത് നോക്കാം. വാദിച്ചു പോന്നിരുന്നു. വക്കീൽ അവിടെ ആ കോടതിയിൽ വാദിച്ചു പോന്നിരുന്നു എന്ന് പറയാം. അങ്ങനെയൊന്നും വാദിച്ചു പോന്നിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് വാദിച്ചു വന്നു അല്ലെങ്കിൽ വാദിച്ചിരുന്നു എന്നൊക്കെയാണ് പറയേണ്ടത്. അടുത്ത 14ാമത്തെ നോക്കാം. നാസിക ചൂർണപ്പൊടി, തമ്മിൽ പരസ്പര സംസർഗം, ജോലി ചെയ്യുന്നതിനുള്ള കൃത്യനിഷ്ഠത തുടങ്ങിയ സംസ്കൃത പദങ്ങളെ പൗനരുക്ത ദോഷത്തോടെ ഉപയോഗിക്കൽ. അതായത് നമ്മൾ സംസ്കൃതത്തിൽ നിന്നും എടുത്ത ഒരുപാട് വാക്കുകളുണ്ടല്ലോ മലയാളത്തിൽ, ആ വാക്കുകളെ നമ്മൾ പലപ്പോഴും അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് 14ാമതായിട്ട് നമ്മുടെ മാരാര് പറയുന്ന ഒരു പൗനരുക്ത ദോഷം അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 15ാമത്തെ നോക്കാം. 15ാമതായിട്ട് അദ്ദേഹം ഒരു കൊടുത്തിട്ടുള്ള ഉദാഹരണമാണ്, അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും ഇതിനില്ല. അതിൽ നമ്മൾ ഒരു ഒന്നും എന്ന് പറയില്ലേ, ഒരു ഒന്നും അത് രണ്ടും ഒന്നിച്ചു വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ എഴുതാം? നമുക്ക് നോക്കാം. അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചം ഇതിനില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അതിനേക്കാൾ കഴിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല എന്ന് മതി. ഈ ഒരു മെച്ചവും എന്നുള്ളതിന് ഒന്നും എന്നുള്ളതിന് ഒന്നിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കാം. അടുത്ത കുറച്ച് അദ്ദേഹം 15ന് താഴെ തന്നെ അദ്ദേഹം കുറച്ച് ഓപ്ഷൻസ് കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, ഉദാഹരണങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അച്ഛൻ പെട്ടെന്ന് മരിക്കുകയാലാണ് എൻ്റെ പഠിപ്പ് മുടങ്ങാൻ കാരണം. ഇതിലെന്താണ് തെറ്റ്? ഇവിടെ കൊടുക്കുന്നില്ലേ, മരിക്കുകയാലാണ് എൻ്റെ പഠിപ്പ് മുടങ്ങാൻ കാരണം. ഇവിടെ പറയുന്നുണ്ട് പഠിപ്പ് മുടങ്ങുന്നതിന് കാരണമായിട്ടുള്ളത് അച്ഛൻ്റെ മരണമാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത്, മരിക്കുകയാലാണ് പഠിപ്പ് മുടങ്ങാൻ കാരണം. ഈ കാരണവും യാലും ഒന്നിച്ചു കൊടുക്കണ്ട, ഏതെങ്കിലും ഒന്ന് മതി. അച്ഛൻ പെട്ടെന്ന് മരിക്കുകയാലാണ് എൻ്റെ പഠിപ്പ് മുടങ്ങിയത് എന്ന് പറയാം, അല്ലെങ്കിൽ അച്ഛൻ്റെ മരണമാണ് എൻ്റെ പഠിപ്പ് മുടങ്ങാൻ കാരണമെന്നും പറയാം.
അങ്ങനെ 2 രീതിയിലാണ് നമുക്ക് പറയേണ്ടത്. ഇനി അടുത്ത് നോക്കാം. 8 കാലി, ഗൗളി മുതലായ ജീവികൾ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ജന്തുക്കളാണ് എന്നാണ്. അതിലെന്താണ്? ഇവിടെ നോക്കാം, 8 കാലി, ഗൗളി മുതലായ ജീവികൾ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ അതിന് താഴെ ഈ സെൻറ്റൻസിലെ താഴെ എന്ത്? ജന്തുക്കളാണ്. ജീവികളും ജന്തുക്കളും ഇത് രണ്ടും ഒരേ കാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഒന്നിച്ചു കൊടുക്കണ്ട. നമുക്കിങ്ങനെ ചെയ്യാം. ഒന്നെങ്കിൽ 8 കാലി, ഗൗളി മുതലായ ജീവികൾ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്നവയാണ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 8 കാലി, ഗൗളി മുതലായവ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ജന്തുക്കളാണ്. അങ്ങനെയും നമുക്ക് പറയാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ജീവികൾ, ജന്തുക്കൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് 16ാമത്തെ നോക്കാം. 16ാമതായിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഉദാഹരണം, ആളുകൾ അയാളെ പുകഴ്ത്താൻ തുടങ്ങി, എന്നാൽ അയാളുടെ ചിന്ത നേരെ മറിച്ചാണ്. ഇതിലുള്ള കുഴപ്പം എന്താണ്? ഇതിലുള്ള ഒരു പൗനരുക്ത ദോഷം അല്ലെങ്കിൽ വൈകൃതം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കാം. അയാളെ ആളുകൾ പുകഴ്ത്താൻ തുടങ്ങി, എന്നാൽ അയാളുടെ ചിന്ത നേരെ മറിച്ചാണ്. ഈ നേരെ മറിച്ചാണ് എന്നുള്ളത് 2ാം വാക്യത്തിൽ ആദ്യത്തിൽ ചേർത്താൽ ഇവിടെ എന്നാൽ എന്ന് കൊടുത്തിട്ടില്ലേ, അത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതാണ് അവിടെ വരുന്ന തെറ്റ്. അങ്ങനെ ചെയ്താലാണ് നമുക്ക് അവിടുത്തെ വൈകൃതം തിരുത്താൻ സാധിക്കുക. ഇനി നമുക്ക് അവിടുത്തെ നോക്കാം. ആവശ്യം അവസാനിക്കുമ്പോൾ സ്നേഹവും അവസാനിക്കും, എന്നാൽ ഭയത്തിൻ്റെ സ്ഥിതി അതല്ല. ഇതിലെന്താണ് കുഴപ്പം? ഈ അതല്ല എന്ന് നമ്മളിവിടെ പറയില്ലേ, അതല്ല 2ാം വാക്യത്തിൻ്റെ ആദ്യം ഉപയോഗിച്ചാൽ എന്നാൽ എന്ന് ഒഴിവാക്കാം. അപ്പോൾ എങ്ങനെയാണ്? ആവശ്യം അവസാനിക്കുമ്പോൾ സ്നേഹം അവസാനിക്കും, അതല്ല ഭയത്തിൻ്റെ സ്ഥിതി എന്ന് കൊടുക്കാം. ആ എന്നാൽ എന്ന് ഒഴിവാക്കുക. അതിന് പകരം എന്ത്? അവസാനത്തിൽ കൊടുത്തിട്ടുള്ള അതല്ല എന്നുള്ളത് നമുക്ക് അവിടെ ചേർക്കാം. അങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു കുഴപ്പമാണ്, നമ്മൾ ഭാഷയിൽ ഒരുപാട് എന്നാൽ എന്ന് ഉപയോഗിക്കുന്നില്ല. എന്നാൽ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. അത് ഒരുപാട് അനാവശ്യമായിട്ട് ഒരുപാട് കടന്നു കൂടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് കാരണം ഈ എന്നാലുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കാരണം ഇംഗ്ലീഷ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ മലയാളത്തോട് ചേർത്ത് പറയുന്നത് കാരണമാണ് ഈ എന്നാൽ എന്ന വാക്കിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ വരുത്തുന്നൊരു തെറ്റാണ് ബട്ട് എന്നുള്ളത്. ഈ ബട്ട് എന്നുള്ളത് ബട്ട് എന്ന വാക്ക് നമ്മൾ ഒരുപാട് മലയാളത്തിലേക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, രാമൻ വിഡ്ഢിയല്ല എന്നാൽ സമർത്ഥനാകുന്നു എന്നാണ്. നമ്മൾ ഈ എന്നാൽ എന്നുള്ളത് ഇംഗ്ലീഷിനെ അനുകരിച്ചിട്ട് ബട്ട് എന്നുള്ളതിനൊക്കെ അനുകരിച്ചിട്ടാണ് നമ്മൾ എന്നാൽ എന്നുള്ളത് മലയാളത്തിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ മലയാളത്തിൽ എന്നാൽ എന്നുള്ളതിന് നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം എന്താണ് ഇവിടെ ഉദാഹരണ സഹിതം അദ്ദേഹം കൊടുത്തത് എങ്ങനെയാണ്? രാമൻ വിഡ്ഢിയല്ല എന്നാൽ സമർത്ഥനാകുന്നു എന്നുള്ളത് തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് അത് ശരിയാക്കേണ്ടത്? രാമൻ വിഡ്ഢിയല്ല പിന്നെയോ സമർത്ഥനാകുന്നു എന്നാണ് പറയേണ്ടത്. അടുത്തതായിട്ട് വേറൊരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത്, മുസൽമാൻ്റെ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത അയാൾ തലപ്പാവ് ധരിക്കുന്നതിന് വിരോധമില്ല, എന്നാൽ മറ്റുള്ള എല്ലാ ഇന്ത്യക്കാരും കോടതിയിൽ കടക്കുമ്പോൾ തലപ്പാവ് എടുക്കണമെന്നത് ചട്ടമായിരുന്നു. അതാണ് അദ്ദേഹം അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ള ഉദാഹരണം. ഇവിടെ ഈ എന്നാൽ എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. അത് എന്നാലുകളുടെ കടന്നുവരവ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതിന് ഉദാഹരണമായിട്ടാണ് അദ്ദേഹം നമ്മൾ ഭട്ട് ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായിട്ട്, അത്തരം വൈകൃതങ്ങൾക്ക് ഉദാഹരണമായിട്ടാണ് ഈ രാമൻ്റെയും ഈ ഒരു കാര്യമൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുസൽമാൻ്റെ രീതിയിൽ വസ്ത്രധാരണം ചെയ്തയാൾ തലപ്പാവ് ധരിക്കുന്നതിൽ വിരോധമില്ല. പിന്നീട് കൊടുക്കുന്നതാണ് എന്നാൽ എന്നാണ്. ആ എന്നാലിൻ്റെ ആവശ്യമില്ല, അത് വെട്ടിക്കളി. എന്നിട്ട് മറ്റുള്ള എല്ലാ ഇന്ത്യക്കാരും കോടതിയിൽ കടക്കുമ്പോൾ തലപ്പാവ് എടുക്കണമെന്നത് ചട്ടമായിരുന്നു എന്നാണ് പറയേണ്ടത്. ഇനി 2ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് മറ്റൊരു വൈകൃതത്തെയാണ്. ഭാഷയിൽ പൊതുവായി വരുത്തുന്ന മറ്റൊരു വൈകൃതത്തെക്കുറിച്ചാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതായത് വിവക്ഷിതത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ കൂടുതൽ അക്ഷരങ്ങളെ വാരി വലിച്ചു കൂട്ടുന്ന രീതിയാണ് മറ്റൊരു വൈകൃതം. നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആ വാക്കിനെ എളുപ്പത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പറയാതെ അതിൽ കൂടുതൽ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് അതിനെ വീണ്ടും നീട്ടി വലിച്ചു പറയുന്ന രീതിയാണ് ഈ ഒരു 2ാം ഭാഗത്തിൽ പറയുന്ന വൈകൃതമായിട്ട് കേട്ടോ. അത് നമുക്ക് ഉദാഹരണങ്ങൾ അദ്ദേഹം കൊടുത്തു നോക്കാം. വലുതായ ആന, വലിയതായ ആന, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന വാക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വലിയ ആന എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? പലരും പറയുന്നു വലുതായ ആന, വലിയതായ ആന എന്നൊക്കെ പറയുന്നു. ഈ വലുതായ ആന, വലിയതായ ആന ഇതൊക്കെ തെറ്റായ പ്രയോഗമാണ്. പകരം വലിയ ആന എന്ന് മാത്രം പറഞ്ഞാൽ മതി.
അദ്ദേഹം പറയുന്ന ഈ ഉദാഹരണങ്ങളെല്ലാം സാധാരണ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പറഞ്ഞു പോകുന്ന വാക്കുകളൊക്കെയാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കാം. അടുത്ത ഉദാഹരണമാണ് വിഷയപ്രധാനമായതോ ആയ കവിത. നമ്മളൊരു കവിതയെ ഉപമിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ കവിതയെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നതാണ്. വിഷയത്തിൽ പ്രധാനമായതോ അല്ലെങ്കിൽ വിഷയത്തിന് ആയതോ ആയ ഒരു കവിത എന്ന് പറയുകയാണ്. അപ്പോൾ അതിനെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ പറയാൻ നോക്കാം. വിഷയപ്രധാനമോ ആയ കവിത എന്ന് മതി. അടുത്ത അദ്ദേഹം പറയുന്നത് ഉള്ളെന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഉള്ളെന്ന ലിഖിതാദുവിനെ തലങ്ങും വിലങ്ങും പ്രയോഗിച്ച് അക്ഷരം പെരുപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്തിടത്തെല്ലാം ഉൾ എന്നുള്ള ഒരു കാര്യം ചേർത്തുകൊണ്ട് ഈ ഒരു വാക്കുകളെ ദൈർഘിപ്പിക്കുന്ന ഒരു വൈകൃതം നമ്മളെല്ലാവരും വരുത്തുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, അതിന് കാരണം സഹജമായുള്ള മതാസക്തിയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, അതിനു കാരണം സഹജമായുള്ള എന്നുള്ള നമ്മളൊരു ഉള്ള ചേർത്തിട്ടുണ്ട് അല്ലേ. അവിടെ സഹജമായ എന്ന് പറഞ്ഞാൽ മതി. അതായത് അതിനു കാരണം സഹജമായ മതാസക്തിയാണ് എന്നാണ്. അവിടെ ആ സഹജമായുള്ള എന്നുള്ള ആ ഉള്ളയുടെ ആവശ്യമില്ല. അവിടെ നമ്മൾ അനാവശ്യമായിട്ട് ചേർത്തിട്ടുള്ളതാണ് ഉള്ള എന്നുള്ളത്. അടുത്ത ഉദാഹരണം നോക്കാം. കാണുവാനുള്ള ശക്തി അവനില്ല. അവിടെ എന്താണ് ഈ കാണുവാനുള്ള എന്നതിലെ ഉള്ള എന്നാണ് അവിടെ നമ്മൾ അധികം ചേർത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ പറയാം? അവന് കാണുവാൻ ശക്തിയില്ല എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അടുത്ത ഉദാഹരണം നോക്കാം. രാമനുള്ളതും കൃഷ്ണനുള്ളതുമായ സാമർഥ്യം ഗോവിന്ദനില്ല. അതെങ്ങനെയാണ് പറയാം? രാമനും കൃഷ്ണനുമുള്ള സാമർഥ്യം ഗോവിന്ദനില്ല എന്ന് പറഞ്ഞാൽ മതി. അടുത്ത് നോക്കാം. ഇത്തരത്തിലുള്ളതോ മറ്റു തരത്തിലുള്ളതോ ആയ കുറ്റങ്ങൾ. അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ പറയാം? ആ ഉള്ള ഒഴിവാക്കിയിട്ട് 2 പ്രാവശ്യം അവിടെ ഉള്ള വരുന്നുണ്ട്. ആ ഉള്ള നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് എങ്ങനെയാണ് പറയാം? രാമനും കൃഷ്ണനുമുള്ള സാമർഥ്യം ഗോവിന്ദനില്ല. അതായത് രാമനും കൃഷ്ണനോ 2 പേരിലും നമ്മൾ ഉള്ള എന്ന് ചേർത്തിട്ടുണ്ട്. അത് വേണ്ട, ഏതെങ്കിലും ഒന്നിൽ മാത്രം മതി. അതായത് 2നെയും കൂടി ചേർത്ത് ഒരു ഉള്ള കൊടുത്താൽ മതി. അപ്പം എങ്ങനെയാണ്? രാമനും കൃഷ്ണനുമുള്ള സാമർഥ്യം ഗോവിന്ദനില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഇത്തരത്തിലുള്ളതോ മറ്റു തരത്തിലുള്ളതോ ആയ കുറ്റങ്ങൾ. ഇതെങ്ങനെയാണ് വരിക? ഇത്തരത്തിലോ മറ്റു തരത്തിലോ ഉള്ള കുറ്റങ്ങൾ. അത് നമ്മൾ രാമനോ കൃഷ്ണനോ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ളതോ മറ്റു തരത്തിലുള്ളതോ ആ 2 വാക്കിൽ നമ്മൾ ഉള്ള എന്ന് ചേർത്തിട്ടുണ്ട് അല്ലേ. അപ്പം അത് 2ലും ചേർക്കണ്ട, 2നും കൂടി ഒറ്റൊന്ന് ചേർത്താൽ മതി. അപ്പം എങ്ങനെയാണ്? ഇത്തരത്തിലുള്ളതോ മറ്റു തരത്തിലുള്ളതോ ആയ കുറ്റങ്ങൾ. എങ്ങനെയാണ് നമ്മൾ കറക്റ്റായി പറയാം? ഇത്തരത്തിലോ മറ്റു തരത്തിലോ ഉള്ള കുറ്റങ്ങൾ എന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. ഇവിടെ ഇതെല്ലാം നമ്മൾ സാധാരണ നമ്മുടെ ശൈലിയുടെ ഭാഗമായി നമ്മൾ പറഞ്ഞു നമ്മുടെ ശൈലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള തെറ്റുകളാണ്. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യമാണ്. പക്ഷേ ഇതെല്ലാം അദ്ദേഹം കൃഷ്ണൻകുട്ടി മാരാർ വ്യക്തമായിട്ട് നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ക്രിസ്തുവിൻ്റെ ത്യാഗം പാവനമായിട്ടുള്ളതാണ്. അവിടെ ഈ പാവനമായിട്ടുള്ളതാണ് എടുത്ത് ഒരു ഉള്ള നമ്മൾ ചേർത്തിട്ടുണ്ട് അല്ലേ. അത് വേണ്ട, ക്രിസ്തുവിൻ്റെ ത്യാഗം പാവനമാണ് എന്ന് മതി. അടുത്ത് നോക്കാം. ഹിറ്റ്ലറുടെ ഉദ്ദേശം സാധ്യമായിട്ടുള്ളതല്ല. അവിടെ സാധ്യമായിട്ടുള്ളതിലെ ഉള്ള വേണ്ട, ഹിറ്റ്ലറുടെ ഉദ്ദേശം സാധ്യമല്ല എന്ന് പറഞ്ഞാൽ മതി. അടുത്ത് നമ്മൾ പറയുന്നൊരു സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പാടുള്ളതല്ല. പാടില്ല എന്ന് പറയേണ്ടതിന് ചില ആളുകൾ പറയും പാടുള്ളതല്ല എന്ന്. അപ്പോൾ അവിടെ ഒരു ഉള്ളയുടെ ആവശ്യമില്ല, സിമ്പിളായിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ മതി. അടുത്ത് നോക്കാം. ചെയ്യേണ്ടതായിട്ടുള്ളൂ ചെയ്യേണ്ടു എന്ന് പറയേണ്ടിടത്ത് നമ്മൾ പറയുന്നു ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്ന്. അവിടെയും നമ്മളൊരുള്ള എക്സ്ട്രാ ചേർക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നോക്കാം. പുറപ്പെടുന്നതാണ് എന്നാണ്. നമ്മൾ പറയില്ലേ, ഇന്ന സമയത്താണ് ട്രെയിൻ പുറപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ന സമയത്താണ് ബസ് പുറപ്പെടുന്നത് എന്നൊക്കെ പറയാറില്ലേ. അത് പുറപ്പെടുന്നതാണ് എന്ന് നീട്ടി പറയേണ്ടതില്ല, പുറപ്പെടും എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് ശരിയായ പ്രയോഗം. അടുത്ത് നോക്കാം. എനിക്കെൻ്റെ മറ്റു പ്രവൃത്തികൾ നിർവഹിക്കേണ്ടതും ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ നോക്കാം. മറ്റു പ്രവൃത്തികൾ നിർവഹിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അടുത്ത് നോക്കാം. യൂറോപ്പിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്, ഇന്ത്യയിൽ അത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അവിടെ നമ്മൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ചെയ്യുന്നു എന്നതിൻ്റെ ആവശ്യം അവിടെ ഇല്ല.
യൂറോപ്പിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ അത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇതിലെന്താണ് തെറ്റ് വരുന്നത്? ആ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു എന്നാണ് ലാസ്റ്റ് കൊടുത്തിട്ടല്ലേ. അതിൽ ആ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ്? യൂറോപ്പിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്, ഇന്ത്യയിൽ അത് വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ മതി. വരികയും ചെയ്യുന്നു എന്ന് നീട്ടി പറയേണ്ടതില്ല. അടുത്ത് നമുക്ക് നോക്കാം. പൊതുവെ പ്രയോഗത്തിൽ വരുന്ന ചില തെറ്റുകളാണ് അടുത്തതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതേതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. യാതൊരാളും തന്നെ, ഒട്ടും തന്നെ, ഇങ്ങനെ അനാവശ്യമായി തന്നെകൾ നമ്മൾ ചേർക്കുന്ന രീതി. ഇനി നമ്മൾ സാധാരണ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്, നമ്മൾ ഭാഷയിൽ വരുത്തുന്ന തെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ തന്നെ എന്നുള്ള ആ ഒരു കാര്യം പലതിലും അനാവശ്യമായിട്ട് പറയുന്നു. അതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് യാതൊരാളും തന്നെ, ഒട്ടും തന്നെയൊക്കെ. ഇവിടെ ഈ തന്നെ എന്നുള്ളത് ഒരു അനാവശ്യമായിട്ട് ചേർക്കുന്ന ഒന്നാണ്. അതുപോലെ മറ്റു ഉദാഹരണങ്ങൾ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഉണ്ണുന്ന സമയം, ഉറങ്ങുന്ന സമയമൊക്കെയാണ്. ആ സമയം എന്നുള്ളത് കാര്യം ചേർത്ത് പറയുന്ന വാക്കുകളാണ്. അത് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് പറയാം? ഉണ്ണുമ്പോൾ, ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ മതി. ഉണ്ണുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ആ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം എന്നുള്ളതിനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ണുന്ന സമയം എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട, ഉണ്ണുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി അടുത്തതായിട്ട് അദ്ദേഹം നമ്മുടെ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന തർജ്ജമ, ഇംഗ്ലീഷിലുള്ള ഒരു വാക്കിനെ നമ്മൾ തർജ്ജമ ചെയ്ത് മലയാളത്തിലേക്ക് ഉപയോഗിക്കുന്ന സമയത്തുള്ള അവിടെ വരുന്ന ഒരുപാട് തെറ്റുകളാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആരും, യാതൊരാളും എന്നാണ്. ആരും എന്നുള്ളതിന് യാതൊരാളും എന്ന്, അതുപോലെ എങ്ങാനും എന്നുള്ളതിന് എവിടെയെങ്കിലും എന്ന്, തലേന്ന്, തലേ ദിവസം, കാണാൻ, കാണാൻ കഴിയും. ഇതൊക്കെയാണ് അദ്ദേഹം അതിന് ഇംഗ്ലീഷിലെ തർജ്ജമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ. അതായത് നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്ക് മലയാളത്തിലേക്ക് നേരിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അർത്ഥങ്ങളൊക്കെ മാറാറുണ്ട് അല്ലേ. പല വാക്കുകൾ നമുക്ക് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ പല സെൻറ്റൻസ് നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമെന്ത്, നമുക്ക് അതേപോലെ നമ്മൾ തർജ്ജമ ചെയ്താൽ, ഓരോ വാക്കുകളും എടുത്ത് തർജ്ജമ ചെയ്താൽ ശരിയായ രീതിയിലുള്ള അർത്ഥമായിരിക്കില്ല നമുക്ക് ലഭിക്കുക. നമ്മൾ പറയാറില്ലേ ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നു എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയുള്ള മിസ്റ്റേക്ക് നമുക്ക് വരും. അങ്ങനെ നമ്മൾ ശീലിച്ചു പോന്നിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു വാക്യപൂർത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറയാറില്ലേ. ആ ഒരു ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന, ഏതെങ്കിലും ഒന്നിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന ആ ഒരു കാര്യത്തെയാണ് അടുത്ത പറയുന്നത്. അതിനുദാഹരണമായിട്ട് അദ്ദേഹം ഒരു കൊടുക്കുന്നുണ്ട്, അത് നോക്കാം. ആശാന്റെ നിര്യാണം മലയാള ഭാഷയ്ക്ക് വമ്പിച്ച നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത്. അതാണ് അദ്ദേഹം അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. അവിടെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. പറയാതിരിക്കാനായിരുന്നു വക്താവിന് താല്പര്യം, എന്നാൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നു എന്നൊരു താല്പര്യാർത്ഥം കൂടി അനാവശ്യമായി കൂട്ടിച്ചേർക്കൽ കൊണ്ട് ഉണ്ടാകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് എന്താണ്, നമ്മൾ അത് ഒരു സന്ദർഭത്തിൽ പറയേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ ഊന്നി പറയുന്നില്ലേ. അതിവിടെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ല. അതുപോലെ ആശാന്റെ നിര്യാണം മലയാള ഭാഷയ്ക്ക് വമ്പിച്ച നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നാണ് അവിടെ പറയുന്നത്. ആ പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത് അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. ആശാന്റെ നിര്യാണം മലയാള ഭാഷയ്ക്ക് ഒരുപാട് നഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് കൂടി നമ്മൾ എക്സ്ട്രാ അതിനൊരു പൊലിവ് കൊടുക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിനകത്ത് നമ്മുടെ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ.